The last but most important process of laser is stimulated emission. അപ്പോൾ ലേസറിൻ്റെ ഫുൾ ഫോം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ അല്ലേ. അപ്പോൾ ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇപ്പോൾ 3 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ലേസർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സ്റ്റിമുലേറ്റഡ് എമിഷനാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു എസ്സേ ആയിട്ട് വാട്ട് ആർ ദ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് ലേസർ പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ 3 പ്രോസസ്സ് കൂടെ കമ്പൈൻ ചെയ്ത് പറയേണ്ടി വരും. സോ എനിഹൗ എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ നോക്കാം. ഹിയർ എഗെയിൻ നമ്മൾ ലെവൽസ് കൺസിഡർ ചെയ്യുന്നു. ഗ്രൗണ്ട് ലെവൽ, എക്സൈറ്റഡ് ലെവൽ, ഗ്രൗണ്ട് ലെവൽ ഹാവിംഗ് ദ എനർജി E1 ആൻഡ് ദി എക്സൈറ്റഡ് ലെവൽ ഹാവിംഗ് ദ എനർജി E2. ഓക്കെ, ഇനി ആറ്റംസ് എല്ലാം സപ്പോസ് സ്പോണ്ടേനിയസ് എമിഷന് മുന്നേ ആയിട്ട് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇവിടെയാണ് ഹയർ സ്റ്റേറ്റിലാണെന്ന് വിചാരിക്കും. സപ്പോസ് ഓൾ ദ ആറ്റംസ് ആർ ഇൻ എക്സൈറ്റഡ് ലെവൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്, സ്പോണ്ടേനിയസ് എമിഷൻ നടക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതല്ലാതെ സപ്പോസ് വി ആർ പ്രൊവൈഡിങ് ആൻ എക്സ്റ്റേണൽ എനർജി. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു എക്സ്റ്റേണൽ എനർജി കൊടുക്കുകയാണ്, ഒരു ലൈറ്റ് എനർജി. ഞാനിപ്പോൾ ഒരു ലൈറ്റ് വേവ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുകയാണ്, ഹാവിങ് എനർജി എച്ച് എനർജിയുള്ള ഒരു ലൈറ്റ് വേവ് ഇങ്ങോട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ വട്ട് വിൽ ഹാപ്പൻ, ദിസ് ഫോട്ടോൺ, നമ്മൾ കൊടുക്കുന്നത് ഒരു ഫോട്ടോൺ ആണ് അല്ലേ. ലൈറ്റ് വേവ് മീൻസ് ലൈറ്റ് എനർജി മീൻസ് ഈ ഫോട്ടോൺ എന്ത് ചെയ്യും, ഇവിടെയുള്ള ആറ്റംസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കമ്പൽ ചെയ്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരികയാണ്. നോട്ട് എ സ്പോണ്ടേനിയസ് എമിഷൻ അല്ല നടക്കുന്നത്. ഓൾറെഡി ഇവിടെ ഇരിക്കുന്ന ഈ ലെവലിൽ ഇരിക്കുന്ന ആറ്റംസിനെ കമ്പൽ ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് അതിന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഒരു ട്രാൻസിഷൻ നടത്താൻ ആരാ ഹെൽപ്പ് ചെയ്യുന്നത്, ഈ എക്സ്റ്റേണൽ ഫോട്ടോൺ ഹെൽപ്പ് ചെയ്യാണ്. ഈ എക്സ്റ്റേണൽ ഫോട്ടോൺ ഒരിക്കലും ഈ ആറ്റംസ് ഒരിക്കലും ഈ ഫോട്ടോണെ അബ്സോർബ് ചെയ്യുന്നില്ല. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ വട്ട് വിൽ ഹാപ്പൻ, ഹയർ സ്റ്റേറ്റിലേക്കാണ് പോവുക അല്ലേ. ആ ഒരു പ്രോസസ്സ് അല്ല നടക്കുന്നത്. ദ ഇൻകമിങ് ഫോട്ടോൺ വിൽ കമ്പൽ വൺ ഓഫ് ദി ആറ്റംസ് ടു മേക്ക് എ ട്രാൻസിഷൻ ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ അതിനെ തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ് വിൽ എമിറ്റ് എ ഫോട്ടോൺ, ശരിയല്ലേ. അപ്പോൾ ഒരു ആറ്റം ഇങ്ങോട്ട് വരികയാണെന്ന് വിചാരിക്കും. സ്പോണ്ടേനിയസ് എമിഷൻ അല്ല, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതല്ല. ഇതിൻ്റെ പ്രസൻസ് കാരണം, എക്സ്റ്റേണൽ ഫോട്ടോണിൻ്റെ പ്രസൻസ് കാരണം ആണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്ത്, തിരിച്ചു വരുന്ന സമയത്ത് ഇറ്റ് വിൽ എമിറ്റ് എ ഫോട്ടോൺ അല്ലേ. എന്തായാലും താഴത്തേക്കുള്ള ട്രാൻസിഷൻ നടക്കുമ്പോൾ അത്രയും എനർജി റിലീസ് ചെയ്യണം. സോ ഇറ്റ് വിൽ മേക്ക് എ എമിഷൻ ഓഫ് എനർജി എച്ച് ന്യൂ എനർജി എമിറ്റ് ചെയ്തിട്ടാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്ത ഫോട്ടോൺ ഇവിടെയുണ്ട്, അത് ആരും അബ്സോർബ് ചെയ്തിട്ടില്ല, അതും ഈ വഴിയിലൂടെ ട്രാവൽ ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഇവിടുന്ന് ഈ ഒരു ആറ്റം ട്രാൻസിഷൻ നടത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫോട്ടോൺ കൂടെ ഉണ്ട് അല്ലേ. സോ ഇപ്പോൾ 1 എന്നുള്ള ഫോട്ടോൺ എന്തായിട്ട് മാറി, 2 എന്നുള്ള ഫോട്ടോണായിട്ട് മാറി അല്ലേ, ഡബിളായി അല്ലേ. ഇനി ഈ 2 ഫോട്ടോൺസും അതർ ആറ്റംസിനെ ഇതേപോലെ ഇങ്ങനെ കമ്പൽ ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവരികയാണ്. സോ 2 വിൽ ബിക്കംസ് 4. മനസ്സിലായോ? 4 എന്നുള്ളത് 8 ആവും, 8 ബിക്കംസ് 16. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ഫോട്ടോൺ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ലേസറിൽ ഒരു ആംപ്ലിഫിക്കേഷൻ എന്നൊരു ടേം വന്നില്ലേ. സോ ഒരു ഫോട്ടോൺ മാത്രമേ കൊടുത്തുള്ളൂ, അതാണ് 2 ഫോട്ടോൺ ആയിട്ട് മാറിയത്. ഈ ഫോട്ടോൺസ് അതർ ആറ്റംസിനെ കമ്പൽ ചെയ്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. സോ 2 ഫോട്ടോൺസ് അത് 4 ഫോട്ടോൺസ് ആവും, 8 ഫോട്ടോൺസ് ആവും. എന്തായാലും ഈ എല്ലാ ഫോട്ടോൺസും സെയിം ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുക, അവർക്ക് സെയിം ഫേസ് ആയിരിക്കും. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. കൊഹറൻ്റ് ആയിട്ടുള്ള ലേസർ ബീമായിട്ട് ഈ ഒരു ഫോട്ടോൺസ് ആണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ജനറേറ്റ് ചെയ്യുന്ന ഫോട്ടോൺസ് ഉണ്ടല്ലോ, അവർക്കെല്ലാം സെയിം ഫ്രീക്വൻസി ആയിരിക്കും, സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, സെയിം വേവ് ലെങ്ത് ആയിരിക്കും, സെയിം ഫേസിലായിരിക്കും, സെയിം ഡയറക്ഷനിലായിരിക്കും ഇവരെല്ലാം ട്രാവൽ ചെയ്യുന്നത്. സോ ദേ വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ദിസ് ലേസർ ബീം. അപ്പോൾ അതാണ് ലേസർ ബീമായിട്ട് മാറുന്നത്. ഓക്കെ, സോ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അപ്പോൾ എന്തുകൊണ്ട് ആ പേര് നോക്കാം, എമിഷൻ എന്ന് പറയാൻ കാരണം ഇവിടെ എമിഷൻ നടക്കുന്നുണ്ട്. ദാറ്റ് ഇസ് വൈ ആ എമിഷൻ എന്നുള്ളൊരു ടേം നമ്മളിവിടെ കൊടുക്കുന്നു. സ്റ്റിമുലേറ്റഡ് മീൻസ് അത് ഒരിക്കലും സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സല്ല, സ്റ്റിമുലേഷനാണ് അല്ലേ. ഇൻകമിങ് ഫോട്ടോൺ വന്നാൽ മാത്രമാണ്, സ്റ്റാർട്ടിങ് ഒരു സ്റ്റിമുലേഷൻ കിട്ടിയാൽ മാത്രമേ ഈ പ്രോസസ്സ് നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ഓക്കെ. ഇനി അതിൻ്റെ ട്രാൻസിഷൻ റേറ്റിലേക്ക് നമുക്ക് വരാം. ഇവിടെ നിങ്ങൾ നോക്കി ആലോചിച്ച് പറയണം. റേറ്റ് അല്ലേ, ട്രാൻസിഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ
d/dt n1 എടുക്കണോ n2 എടുക്കണോ എന്നുള്ളത് നമ്മൾ എവിടുന്നാണ് ട്രാൻസിഷൻ നടക്കുന്നത്? ഹയർ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ടാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ആറ്റംസ് n2 ആണ്, ഇവിടുത്തെ നമ്പർ ഓഫ് ആറ്റംസ് n1 ആണ്. അപ്പോൾ നമുക്ക് dn2/dt അല്ലേ വരേണ്ടത്? ട്രാൻസിഷൻ റേറ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ n2നാണ് ട്രാൻസിഷൻ. സോ ദ റേറ്റ് വിൽ ബി dn2/dt പ്രൊപ്പോർഷണൽ ടു n2. അതിൽ ഡൗട്ട് വരില്ല. n2 ആയ സ്ഥിതിക്ക് ഇവിടെ നമ്മൾ n2 കൊടുത്തല്ലേ പറ്റൂ. നമ്പർ ഓഫ് ആറ്റംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏത് ലെവലിൽ? ഹയർ ലെവലിൽ. ഹയർ ലെവലിൽ ആറ്റംസ് കൂടുന്തോറുമാണ് ഈ ഒരു ചാൻസ് കൂടുന്നത് അല്ലേ, ട്രാൻസിഷനുള്ള ചാൻസ് കൂടുന്നത്. സോ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു n2 ആൻഡ് ഐ ഹാവ് ടു പ്രൊവൈഡ് ദാറ്റ് റോ ഹിയർ. റോ എന്തായിരുന്നു? എനർജി ഡെൻസിറ്റി ഓഫ് ഇൻകമിങ് റേഡിയേഷൻ. ഇൻകമിങ് റേഡിയേഷൻ്റെ എനർജി ഡെൻസിറ്റി. ഇവിടെ ലൈറ്റ് സോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ലൈറ്റ് വേവ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഫോട്ടോൺ നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എനർജിയെ കൂടെ ഇത് ഡിപ്പെൻഡ് ചെയ്യും. ഈ എനർജി കൂടുന്തോറും ഈ ട്രാൻസിഷൻ്റെ റേറ്റും കൂടും. സോ ഇറ്റ് വിൽ ഡിപ്പെൻഡ്സ് ഓൺ റോ. അതിന് നമുക്കൊന്ന് മാറ്റി എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു b2 rho n2 അല്ലേ. സോ ദാറ്റ് കോഫിഷ്യൻ്റ് ഇസ് നോൺ ആസ് ഐൻസ്റ്റീൻ കോഫിഷ്യൻ്റ് ഫോർ സ്റ്റിമുലേറ്റഡ് എമിഷൻ.